കൊച്ചിന് ഫ്രീ ആണോ അപ്പോൾ 10 വയസ്സേതാണ്? ഓക്കെ. പട്ടീനെ കണ്ട് പേടിച്ചിരിക്കുകയാണ് വ്ളോഗർ. ഇതാണ് ബോട്ടിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകാൻ പോകുന്ന ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെഡൽ ബോട്ടും അല്ല, ഈ കാണുന്ന ബോട്ടല്ല. നമ്മൾ പോകുന്നത് കൊട്ടവഞ്ചി എന്ന് പറയും. ആ കൊട്ടവഞ്ചി ഇതേ ഇതിനകത്താണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. 5 അടി ആഴമാണ് ഈ ലേക്കിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതേ കൊട്ടവഞ്ചിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടനാണത്. ഞങ്ങൾക്ക് ഇതേ ലൈഫ് ജാക്കറ്റൊക്കെ എടുക്കാൻ പോവാണ്. എൻ്റെ വ്ളോഗർക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്ളോഗർക്കൊക്കെ ചെറിയ പേടിയുണ്ട്, ഇല്ല എന്നാലും ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ്. അപ്പൊ അതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊട്ടവഞ്ചിയൊക്കെ ചാടിപ്പിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കയറാനുള്ളത് തയ്യാറെടുപ്പിലാണ്. എന്തോരം നീന്തും? അത്രയും വരെ പോയിട്ട് വരുമോ? അപ്പാ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ടിരുന്ന് കഴിഞ്ഞാലേ നമ്മുടെ ചന്തി പോവും. അത് കാരണം കൊണ്ടാണ്. ഇവിടെ പിടിച്ചോട്ട് ഇവിടെ ആ ഓറഞ്ച് കറക്റ്റ്. അവിടെ കയറിയിരുന്നോ? വാ എഞ്ചിലേ വാ. ഏഞ്ചൽ വ്ളോഗിൽ ഇറങ്ങി. എന്റെ വെയിറ്റ് ടാലിയാക്കി നിർത്തിയാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ്. ഇല്ല ഇവിടെ ചേട്ടനും കൂടി വന്നിരിക്കുമ്പോ ഒക്കെ സെറ്റാവും. കൊട്ടവഞ്ചി കെട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് കെട്ടാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊട്ടവഞ്ചി യാത്ര ആരംഭിക്കാൻ പോകുന്നു. എല്ലാരും ഒരേപോലെ ചാരി ഇരുന്നാ മതി. അതെയാ, അങ്ങനെ അടിപൊളി കൊട്ടവഞ്ചി യാത്ര. ഇവിടെ ചെറിയൊരു ഹോളൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഏഞ്ചൽ വ്ളോഗർ, എങ്ങനെയുണ്ട് കൊട്ടവഞ്ചി യാത്ര? ആർക്ക്? പിന്നെ കറങ്ങാൻ പാടില്ല. വേണമെങ്കിൽ കറങ്ങാം. കൊട്ടവഞ്ചി യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഇതിപ്പോൾ 2ാമത്തെ 3ാമത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ വ്ളോഗർ ഏഞ്ചലിൻ്റെ ആദ്യത്തെയാണ്. അതുകൊണ്ടാണ് ഞാനവിടെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചത് കണ്ടപ്പോൾ തന്നെ. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 200 രൂപ വെച്ച് വരുന്നുള്ളൂ. 10 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അപ്പം അതായത് വ്ളോഗർക്ക് ഫ്രീ ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അടുത്ത് നല്ല വേറെ എന്തൊക്കെയാ സ്പോട്ടുകളുള്ളത്? ഇപ്പോൾ ഇത് മാത്രമേ ബോട്ടിങ് മാട്ടുപറ്റിലുണ്ട്. സ്പീഡ് ബോട്ട്. അത് കുറേ ദൂരമില്ല ഇവിടുന്ന്? 13 അല്ലേ? 11. ഓക്കെ. മാട്ടുപറ്റി അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഉള്ളത്? നാഷണൽ പാർക്ക് ഉണ്ട്. നാഷണൽ പാർക്ക് എവിടെയാ? രാജമല. അത് ഞാൻ പോയി. മറ്റേ ഇടുക്കി. ഇവിടെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. 15 കിലോമീറ്റർ ഉണ്ട്. പിന്നെ
അവിടെ പക്ഷെ വല്ലതും ഉണ്ടോ കാണാൻ പറ്റുമോ ഈ സമയത്ത്? അവിടെ രാവിലെ ചെന്നാലല്ലേ കാണും, ഈ വെയിലൊക്കെ കാണുമോ? ഉച്ച സമയത്തൊന്നും കിട്ടൂല്ലോ, ഇപ്പൊ ഈവനിങ്ങിലാവും. ഈവനിങ്ങിലാവുള്ളൂ. ഇത് റിസർവേഷൻ ആവും, ടിക്കറ്റ് ഓ ഓൺലൈൻ ബുക്കിംഗ്. ഓക്കെ. ഓ ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റമാണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് എത്തുന്ന പറയണത്. അങ്ങോട്ടേക്ക് 15 മിനിറ്റ്, ഇങ്ങോട്ടേക്ക് 5 മിനിറ്റ്. അങ്ങനെ 20 മിനിറ്റാണ് നമ്മുടെ ജേണി കൊട്ടവഞ്ചിയിൽ. ആ അതെ, ഞങ്ങളെ വട്ടം കറക്കാണ് കൊട്ടവഞ്ചിയിൽ. വ്ളോഗർ മതിയെന്ന് അടിപൊളി. ഓ ഇനിയിപ്പോ തലയിറങ്ങി വീഴും. തലയിറക്കം വരും. അത് മതി. ഇനിയിപ്പോ ഓരോരുത്തരാ ഇനി പൊക്കാൻ നിൽക്കേണ്ടി വരും. റിവേഴ്സ്. ചേട്ടനപ്പോ ഫാമിലി ഫോട്ടോ എടുക്കാൻ പോവാം. കൊട്ടവഞ്ചിയുടെ അവസാനം കടിച്ച് കണ്ടോ. പിന്നെ അടുത്ത് കണ്ടോ, എല്ലാവരും തലയിറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വട്ടം ചുറ്റി ഞങ്ങള് സത്യമായിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ തലയിറങ്ങിയിരിക്കുന്നത്. ഇറങ്ങുമ്പോ എത്ര മണി എനിക്കറിയില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.